അവള് ചിലപ്പം പറയില്ലേ എനിക്ക് ഇന്ന സമയത്തൊക്കെ ഇവൻ ഇങ്ങനെ അശ്ലീലം കലർന്ന മെസ്സേജുകൾ സെക്ഷലി ഇന്റൻഷനുള്ള മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പരാതിപ്പെട്ടാൽ ആര് പ്രതിയാവും? എത്ര വയസ്സായി? എനിക്കോ 25. ഓക്കോ 23. എന്നാ കുഴപ്പമില്ല. നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് മെസ്സേജ് അയക്കും. അല്ലല്ല, അതനുസരിച്ചിട്ട് ഒരു അവളങ്ങോട്ട് മെസ്സേജ് അയക്കും, അങ്ങോട്ടും മെസ്സേജ് അയക്കും. ഇല്ല മിസ് യു ഒക്കെ പറഞ്ഞ മെസ്സേജ് അയക്കൂലേ? അപ്പൊ ഒന്നും കുഴപ്പമില്ല, രണ്ടാമങ്ങോട്ടും അയക്കും. പിന്നെ എപ്പോഴെങ്കിലും ഇത് ബ്രേക്കപ്പ് ആയി പോയി ആയിരിക്കും. അവരത് ആയിരിക്കും അവരത്. പക്ഷെ ബൈ ചാൻസ് അങ്ങനെ ആയിപ്പോയാൽ ഏതെങ്കിലും ആ സമയത്ത് ചിലപ്പോ ആ പെൺകുട്ടിക്ക് തോന്നിയാണ് എന്നെ തേച്ച് പോണം തോന്നാണ്. അവള് ചിലപ്പം പറയില്ലേ എനിക്ക് ഇന്ന സമയത്തൊക്കെ ഇവൻ ഇങ്ങനെ അശ്ലീലം കലർന്ന മെസ്സേജുകൾ സെക്ഷലി ഇന്റൻഷനുള്ള മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പരാതിപ്പെട്ടാൽ ആര് പ്രതിയാവും? പൊളിറ്റിക്കലി കറക്റ്റ് അല്ല, അത് ശരിയല്ല. കാരണം നിയമപരമായി ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് പ്രകാരം പ്രണയത്തിലായിരിക്കുന്ന ടൈമില് പറയുന്ന കാര്യങ്ങൾ നിയമമായിട്ട് വന്നിട്ടില്ല. എല്ലാ കേസിലും വരൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സമർത്ഥിക്കാൻ പറ്റണം. ഞാനും ഇവിടെ ഫ്രണ്ട്സ് ആയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു അല്ലെ? അതല്ല സമർത്ഥിക്കട്ടെ, നമ്മൾ ഉഭയസമ്മതപ്രകാരം ചെയ്യുന്ന ഒരു കാര്യങ്ങളായിരുന്നു. അത് നമുക്ക് അവിടെ സമർത്ഥിക്കാൻ പറ്റും. സ്മാർട്ട് ഫോൺ എങ്ങനെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാന്നുള്ള അത് കുട്ടികൾക്കാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം അല്ല എന്തെങ്കിലും ടെൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ പറ്റും. നമ്മൾ ചിരി ഇത് കുട്ടികൾക്കാണ്. എന്നാലും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ലൈൻ ആയിട്ട് നമ്മളെ കേരള പോലീസിന്റെ ഒന്നെങ്കിൽ പരീക്ഷക്കാലത്തെ ടെൻഷൻ, അതേപോലെ ഒരു അഡിക്ഷൻ ആണ് ഫോണിൽ. ഫോൺ അഡിക്ഷൻ, അതേപോലെ ചില റിലേഷൻഷിപ്പ് അഡിക്ഷൻ, അങ്ങനെ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്താ ഈ ചിരി നമ്പറിൽ വിളിക്കുക. 9497900200. മാഡത്തിന്റെ പേര് ഷീന മാഡം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് മലപ്പുറം. യൂട്യൂബ്